ഡീജെ ലൈറ്റും കൂടി തിരിച്ചു വരും. കാരണം നമ്മൾ ഈ ടൂറിസ്റ്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ്, ഒരു ടൂർ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഒരു എൻജോയ് ചെയ്യാനും അത് ആഘോഷിക്കാനുള്ള സാധനങ്ങൾ അതിലുണ്ടാവണമല്ലോ. അപ്പോഴല്ലേ അതിനൊരു ടൂർ പോകുന്നതിന് ഒരു എല്ലാ അർത്ഥത്തിലും അത് ഭംഗിയാവുള്ളൂ. കുറേ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ഈ വീണ്ടും കളർഫുള്ളായ വാഹനങ്ങൾ റോട്ടിലുണ്ടാവുക എന്നുള്ളത്. തീർച്ചും യാതൊരുവിധ ശാസ്ത്രീയമായ പഠനം നടത്താതെ ഒരു കാര്യമായിരുന്നു ഈ വെള്ള കളർ എന്നുള്ളത്. ഇപ്പോഴെങ്കിലും അതോറിറ്റീസിനൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വീണ്ടും നല്ല കളർഫുള്ളായ വാഹനങ്ങൾ വരാനുള്ള തീരുമാനം എടുക്കുന്നതിൽ എന്തായാലും വളരെ സന്തോഷം. ഇതൊരു മത്സരത്തിന് കാരണമാകുന്നു. അല്ല, ഒരു അൺഹെൽത്തി കോമ്പറ്റീഷന് കാരണമാകാതിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴെന്താ വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുക്കുന്ന വണ്ടികൾക്ക് കളർ അടിക്കാനുള്ളൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരമാണ് ആ വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ അതിന് കളർ അടിച്ച് വണ്ടി ഇറക്കുന്നുണ്ട്. അതിൻ്റെ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നോർമലി ഒരു ടൂറിസ്റ്റ് ഓണർ അടിക്കുന്ന ടാക്സിനെക്കാട്ടിലും ഒരു 4-5 ഇരട്ടി ടാക്സ് അടച്ചിട്ടാണ് ആ വണ്ടികൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓൾ ഇന്ത്യ വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഈ കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴാണ് കൂടുതൽ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ നിൽക്കുന്നത്. കാരണം കൂടുതൽ കാശുള്ളവൻ കൂടുതൽ കാശ് മുടക്കി കളർഫുൾ അടിക്കുമ്പോൾ സാധാരണക്കാരായ ഓർഡിനൻസിന് അത് സാധിക്കാത്ത അവസ്ഥ. അപ്പോൾ ആ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ പോയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനിലേക്ക് ഇത് വരികയും ചെയ്യുള്ളൂ.